ഹായ് ഫ്രണ്ട്സ്, ഇയാമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മുടെ വെള്ളയപ്പം അല്ലെങ്കിൽ പാലപ്പം എന്നൊക്കെ പറയുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് പാലപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ പച്ചരി വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ് ഉപയോഗിക്കുന്നത്. എല്ലാ പലഹാരത്തും ഞാൻ റേഷൻ അരി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കഴുക് വാരിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കണം. ഞാനിവിടെ 1.5 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. 1 കപ്പ് ചേർത്താലും മതി. ഇനി ഒരുപാട് തേങ്ങയുള്ളവരൊക്കെ ആണെങ്കിൽ തേങ്ങ പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ മുകളിൽ ചോറുണ്ട് കേട്ടോ. ഞാൻ കുത്തരിയുടെ ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെള്ളരി ആണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കളറിന് കേട്ടോ. ഇനി ഇതൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പത്തിൻ്റെ മാവ് ഇരുന്നത് ഒരു 2 വലിയ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ദോശയുടെ അപ്പത്തിൻ്റെയോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിതിലേക്ക് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം, സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കുക. ഈ ഒരു ലെവലിലാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചു കൊണ്ടുവന്ന മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ഇത്തിരി വലിയ പാത്രമായിരിക്കണം. ആ മാവ് ഇങ്ങനെ നിറഞ്ഞിരിക്കരുത്, ഒരു ഗ്യാപ്പ് ഉണ്ടാവണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ രാത്രിയാണ്, നമുക്ക് രാവിലെ നോക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ എന്തായാലും നമുക്ക് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് ഇതിങ്ങനെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇന്നലെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വേണമെങ്കിൽ, മധുരം വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കാറില്ല. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഞാൻ ചുട്ടെടുക്കുന്നത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിക്കകത്താണ്. അപ്പോൾ ഞാൻ അതിൽ ഇച്ചിരി എണ്ണ തൂത്ത് കൊടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ എണ്ണ തൂത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് ഒരു തവി മാവ് കോരി വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് ബബിൾസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഈ കൊമ്മള കുത്തി വരുന്നുണ്ട്. നമുക്ക് മൂടി വെച്ചിട്ട് വേഗം എടുക്കാം കേട്ടോ. കണ്ടു, നല്ല അടിപൊളി വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇനി നമുക്കിതൊന്ന് കുത്തിയെടുക്കാം. എളുപ്പമാണ് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ചട്ടി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. നല്ല മൊരിഞ്ഞ നല്ല അടിപൊളി വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് എനിക്കിഷ്ടം കേട്ടോ. ഇങ്ങനത്തെ ചട്ടിക്കകത്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പം ഉണ്ടാക്കി കഴിഞ്ഞില്ലേ. നിങ്ങൾ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഈ രീതിയിൽ നിന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടൊന്ന് അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ മറ്റു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.